നമസ്കാരം സുഹൃത്തുക്കളെ, ഫേസ്ബുക്കിലെ നമ്മളുടെ പോസ്റ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റുകളുടെ കോപ്പറേറ്റ് പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മളുടെ പാട്ടുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ കണ്ടന്റുകൾക്കൊക്കെ കോപ്പറേറ്റ് പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫേസ്ബുക്കിൽ അലർട്ടായിട്ട് വരികയും കോപ്പറേറ്റ് ഇഷ്യൂസ് തുടർച്ചയായിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ അത് ബാധിക്കുകയും നമ്മൾ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ആകുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കോപ്പറേറ്റ് ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാനുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 ഓപ്ഷനാണ് ഫേസ്ബുക്ക് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന്, റവന്യൂ ഷെയറിങ് കണ്ടന്റുകൾ, പാട്ടുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളതെങ്കിൽ അത് റവന്യൂ ഷെയറിങ്ങിലേക്ക് ആക്കി നമുക്ക് അതിൻ്റെ ഒരു വിഹിതം, വരുമാനത്തിൻ്റെ വിഹിതം ലഭിക്കാനുള്ളൊരു ഓപ്ഷൻ. മറ്റൊന്ന്, നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ തന്നെ കണ്ടന്റാണ്, അതിനകത്ത് കോപ്പറേറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല, നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ ഫേസ്ബുക്കിനോട് നമുക്ക് മെയിൽ ചെയ്ത് വാദിച്ച് നമുക്കത് നമ്മുടെ തന്നെയാണെന്ന് കോപ്പറേറ്റ് നമ്മുടെ തന്നെയാണെന്ന് നേടിയെടുക്കാനും വരുമാനം ഫുള്ളായിട്ട് ലഭിക്കാനുള്ളൊരു സാധ്യത. അതാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്പോൾ കോപ്പറേറ്റ് ഇല്ലാത്ത നമ്മളുടെ തന്നെ കണ്ടന്റുകൾക്ക് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്തത് വാങ്ങിച്ചെടുക്കാം. മറ്റൊന്ന്, നമ്മളുടെ കണ്ടന്റ് അല്ല, നമുക്ക് റവന്യൂ ഷെയറിങ്ങും ഇല്ല, അതായത് വരുമാനത്തിന് വീതം കിട്ടാനുള്ള സാധ്യതയും ഇല്ലാത്ത കണ്ടന്റുകളാണെങ്കിൽ നമുക്കത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട്. അപ്പം 3 ഓപ്ഷനാണ് തരുന്നത്. റവന്യൂ ഷെയറിങ് ഉള്ളതാണെങ്കിൽ റവന്യൂ ഷെയറിങ്ങിലേക്ക് ആക്കാം. ഡിസ്പ്യൂട്ട് ചെയ്ത് നമ്മുടെ തന്നെ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് അതിന് ഫുള്ളായിട്ടുള്ള മോണിറ്റൈസേഷൻ, വരുമാനം വാങ്ങിച്ചെടുക്കാം, ഏണിങ്സ്. മറ്റൊന്ന്, നമ്മുടെ കണ്ടന്റും അല്ല, നമുക്ക് റവന്യൂ ഷെയറിങ് ഓപ്ഷൻ ഇല്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ നമുക്കത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റ് വരുന്നത് മെയിനായിട്ട് നമ്മൾ കാണുന്ന മറ്റുള്ള പോസ്റ്റുകളൊക്കെ എടുത്ത് നമ്മുടെ പ്രൊഫൈൽ പോസ്റ്റ് ചെയ്യുകയോ മറ്റവരെ കണ്ടന്റ് യൂസ് ചെയ്യുകയോ മറ്റുള്ള കോപ്പറേറ്റുള്ള പാട്ടുകൾ യൂസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് കോപ്പറേറ്റ് പ്രോബ്ലം വരുന്നത്. എന്തായാലും നമുക്ക് കോപ്പറേറ്റ് പ്രോബ്ലം വന്ന് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും. മാറ്റി നമുക്ക് നമ്മുടെ പ്രൊഫൈലിന്, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ സുഹൃത്തുക്കളെ, അതിനായി ആദ്യം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ വലത്തെ അറ്റത്തായിട്ട് നമ്മുടെ ഫോട്ടോയോട് കൂടിയ മെനു ഐക്കൺ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് വരും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നൊരു ഓപ്ഷനാണ്, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ സപ്പോർട്ട് ഇൻബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്ഡേറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സിൻ്റെ താഴെ സപ്പോർട്ട് ഇൻബോക്സ്, വ്യൂ യുവർ മെസ്സേജസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമുക്ക് യുവർ അലേർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, യുവർ അലേർട്സ്. ഇവിടെയാണ്, ഈ അലേർട്സിലാണ് നമ്മുടെ ഈ കോപ്പറേറ്റുള്ള കണ്ടന്റിൻ്റെ ലിസ്റ്റ് വന്ന് കിടക്കുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലിസ്റ്റ് കാണാം, കണ്ടോ? ഇതുപോലെ നമുക്ക് കോപ്പറേറ്റ് പ്രോബ്ലംസ് ഉള്ള ലിസ്റ്റ് കാണാം. ഇതെല്ലാം കോപ്പറേറ്റ് പ്രോബ്ലം വന്ന വീഡിയോസിൻ്റെ കണ്ടന്റിൻ്റെ ലിസ്റ്റാണ്. ഇതിലേറ്റവും മുകളിലുള്ള അതിൻ്റെ താഴെ നോക്കുക, ഓപ്പൺ എന്ന് കാണാം. അതിൻ്റെ താഴെ തന്നെ ഓപ്പൺ കാണാം. മൂന്നാമത്തെ വീഡിയോയുടെ താഴെയും ഓപ്പൺ എന്ന് കാണാം. ഈ ഓപ്പൺ എന്ന് കാണുന്ന 3 വീഡിയോയും ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തതാണ്. ഇനി താഴെ ക്ലോസ്ഡ് എന്നുള്ള താഴോട്ട് കാണാം. ഇതിൻ്റെയൊക്കെ സെറ്റിങ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. അതായത് റവന്യൂ ഷെയറിങ് ഓപ്ഷൻ ഉള്ളതാണെങ്കിൽ നമ്മൾ ആ റവന്യൂ ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഇനി റവന്യൂ ഷെയറിങ് ഇല്ല, നമുക്ക് ഡിസ്പ്യൂട്ട് ആണുള്ളതെങ്കിൽ ഡിസ്പ്യൂട്ടിൻ്റെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല, നമുക്ക് റവന്യൂ ഷെയറിങ് ഇല്ല, നമുക്ക് ഡിസ്പ്യൂട്ടും ഇല്ല എങ്കിൽ, റവന്യൂ ഷെയറിങ് ഇല്ലാത്ത വീഡിയോ ആണ്, നമുക്കത് ഡിസ്പ്യൂട്ട് ചെയ്യാനും ഇല്ല, നമ്മുടേതായ വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കോപ്പറേറ്റ് ഇഷ്യൂ ഒഴിവാക്കാനായിട്ട് ഡിലീറ്റ് ചെയ്യണം എന്നാണ് ഉള്ളതെങ്കിൽ നമുക്ക് റിമൂവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റും. ഈ ഓപ്ഷനുകളുള്ളത് ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴാണ്, ഈ നമ്മുടെ വീഡിയോ കണ്ടന്റുകൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴാണ്. ഈ ഓപ്ഷനിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പം ഈ 3 ഞാൻ ചെയ്യാത്തത് കൊണ്ട് അത് ചെയ്ത് കാണിക്കാം. ആദ്യത്തെ വീഡിയോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഇവിടെ നോക്കുക, സി ഡീറ്റെയിൽസ് എന്ന് താഴെ കാണാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ദിസ് വീഡിയോ ഈസ് ഷെയറിങ് ആഡ് റവന്യൂ വിത്ത് മ്യൂസിക് റൈറ്റ് ആണ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ മ്യൂസിക്കിൻ്റെ യഥാർത്ഥ അവകാശമായിട്ട് ആഡ് റവന്യൂ ചെയ്യുന്നു, അല്ല റവന്യൂ ഷെയർ ചെയ്യുന്നു, വരുമാനം ഷെയർ ചെയ്യുന്നു. ഇവിടെ എൻ്റെ താഴെ നോക്കുക, ഇടയ്ക്ക് ചെറിയ അക്ഷരത്തിൽ കാണാം, ഷെയർ ആഡ് റവന്യൂ അപ്ലൈഡ് ഇൻ 202 ടെറിട്ടറീസ്. 202 രാജ്യങ്ങളിൽ ഇതിൻ്റെ റവന്യൂ ഷെയറിങ് ഓപ്ഷൻ ഉണ്ട് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ അടിക്കുന്നു. ഇവിടെ യു ക്യാൻ സ്റ്റിൽ യൂസ് യുവർ ഫേവറേറ്റ് മ്യൂസിക്, യൂസ് ലൈസൻസ്ഡ് മ്യൂസിക് വിത്ത് റവന്യൂ ഷെയറിങ്. ലൈസൻസ്ഡ് മ്യൂസിക് നമുക്ക് റവന്യൂ ഷെയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതൊക്കെ വായിച്ച് നോക്കുക കൃത്യമായിട്ട്.
ശരിയായ രീതിയിൽ വായിച്ച് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു, എന്താണ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് നോക്കൂ, അക്സെപ്റ്റ് റവന്യൂ ഷെയറിംഗ് ഉണ്ട്, അതിൻ്റെ വലതുവശം ഒരു വട്ടം കാണാം, നമുക്ക് ചെറിയ വട്ടം കാണാം. സബ്മിറ്റ് ഡിസ്പ്യൂട്ട് ഉണ്ട്, അതിൻ്റെ വലതുവശം ഒരു ചെറിയ വട്ടം കാണാം. റിമൂവ് വീഡിയോ ഉണ്ട്, ഇതിൻ്റെ വലതുവശത്തൊരു ചെറിയ വട്ടം കാണാം. ഇവിടെ റവന്യൂ ഷെയറിംഗ് ഉള്ളതാണെങ്കിൽ നമുക്ക് റവന്യൂ ഷെയറിംഗ് ടിക്ക് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ അടിച്ച് പോയി സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി റവന്യൂ ഷെയറിംഗ് ഇല്ല, അതിനകത്ത് റിമൂവും ചെയ്യാൻ നമ്മുടെ തന്നെ സ്വന്തം കണ്ടൻറ്റാണ്, നമുക്കതിനകത്ത് റൈറ്റ് ഓൺ വേറെ അവകാശങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സബ്മിറ്റ് ഡിസ്പ്യൂട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്ത് ഫേസ്ബുക്കുമായിട്ട് മെയിൽ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്കത് നമുക്ക് അവകാശം നമുക്ക് സ്ഥാപിച്ചെടുക്കാം. കണ്ടിന്യൂ അടിച്ച് പോയാൽ മതി. ഇനി നോക്കുക, നമ്മളിട്ട വീഡിയോയ്ക്ക് റവന്യൂ ഷെയറിംഗ് ഓപ്ഷൻ ഇല്ല എന്ന് വയ്ക്കുക. എല്ലാ വീഡിയോയ്ക്കും റവന്യൂ ഷെയറിംഗ് ഓപ്ഷൻ ഇല്ല, എല്ലാ പാട്ടിനും റവന്യൂ ഷെയറിംഗ് ഓപ്ഷനൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തതാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യാം. ഡിസ്പ്യൂട്ടും ഇല്ല, റവന്യൂ ഷെയറിംഗും ഇല്ലെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് അത് ഡിലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ റിമൂവിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ അടിച്ച് സബ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒഴിവാക്കാനുള്ള സെറ്റിങ്സിൻ്റെ ലാസ്റ്റ് ഭാഗം. ഇവിടെ നമുക്ക് റവന്യൂ ഷെയറിംഗ് ഉള്ളതുകൊണ്ട് അക്സെപ്റ്റ് റവന്യൂ ഷെയർ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടിന്യൂ അടിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കുക, ഇതുപോലൊരു പേജ് വരും. ഇവിടെ താഴെ കാണാം അക്സെപ്റ്റ് അപ്ഡേറ്റ്സ്. നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം അപ്ഡേറ്റ് സെറ്റിങ്സ് നമ്മളിതിൻ്റെ റവന്യൂ ഷെയറിങ് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണ്, താല്പര്യമാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് ബാക്ക് അടിച്ച് വരാം. ബാക്ക് അടിച്ച് വന്നിട്ട് അതിൻ്റെ നോക്കുക, ഒന്നാമത്തെ വീഡിയോ ക്ലോസ് ഒന്നും ആയി കഴിഞ്ഞു. നമ്മളതിൻ്റെ സെറ്റിങ്സ് ക്ലോസ്ഡ് ആയി. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത്, രണ്ടാമത്തെ മൂന്നാമത്തത് ഓപ്പൺ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോ നമുക്ക് അതുപോലെ ക്ലിക്ക് ചെയ്യാം. ഇത് വീണ്ടും അതുപോലെ വന്നു. നമ്മൾ സി ഡീറ്റെയിൽസ് അടിക്കുന്നു. ഇത് ആഡ് റവന്യൂ ഷെയറിംഗ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 201 രാജ്യങ്ങളിൽ, മറ്റേ 202 ആയിരുന്നു, ഇത് 201 രാജ്യങ്ങളുണ്ടെന്ന് കാണിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടിന്യൂ അടിക്കുന്നു. നോക്കുക, ഇവിടെ നേരത്തെ വന്ന പോലെ 20% റവന്യൂ ഷെയറിംഗ് ഉണ്ട്, അത് നമ്മൾ കണ്ടിന്യൂ അടിക്കുന്നു. വായിച്ച് നോക്കുക കൃത്യമായിട്ട്. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ റവന്യൂ ഷെയറിംഗ് ഉള്ളതുകൊണ്ട് റവന്യൂ ഷെയർ 20% നമുക്ക് കിട്ടും. പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നല്ല റീച്ചും കിട്ടും. 20% നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ കണ്ടിന്യൂ അടിക്കുന്നു, അക്സെപ്റ്റ് അടിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്തു. മുകളിൽ നമ്മൾ മുകളിൽ ഇടത് വശത്ത് ആരോ ഉണ്ട്, അത് ക്ലിക്ക് നമ്മൾ ബാക്ക് അടിച്ച് പോരുന്നു. നോക്കുക, രണ്ടാമത്തെ വീഡിയോയും ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സി ഡീറ്റെയിൽസ് അടിക്കുന്നു. ഇത് റവന്യൂ ഷെയറിംഗ് ഉണ്ട്, ഇത് 202 രാജ്യങ്ങളിൽ റവന്യൂ ഷെയറിംഗ് ഉണ്ട്. കണ്ടിന്യൂ അടിക്കുന്നു. വീണ്ടും പഴയ പോലെ തന്നെ കണ്ടിന്യൂ അടിക്കുന്നു. നമ്മുടെ ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അക്സെപ്റ്റ് റവന്യൂ ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ അടിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ബാക്ക് അടിച്ച് പോരുന്നു. സുഹൃത്തുക്കളെ നോക്കുക, നമ്മുടെ ഓപ്പണായിട്ട് കിടന്ന 3 വീഡിയോയും ക്ലോസ് ആയിട്ടുണ്ട്, ക്ലോസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം റവന്യൂ ഷെയറിങ്ങിൻ്റെ നമ്മൾ വില്ലിംഗ് ആണെന്ന്, നമ്മൾ സന്നദ്ധരാണെന്ന്, റവന്യൂ ഷെയറിങ് നമ്മൾ താല്പര്യം ഉണ്ടെന്ന്, നമുക്ക് സന്നദ്ധരാണെന്നുള്ള നമ്മൾ താല്പര്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ആ 202 രാജ്യങ്ങളിൽ അത് അതിൻ്റെ റവന്യൂ ഷെയറിങ് നമുക്ക് കിട്ടും. അവർ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ, ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ, ഫേസ്ബുക്കിൻ്റെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇതിൻ്റെ ഈ അലേർട്സിൽ വന്നിട്ടുള്ള സെറ്റിങ്സുകൾ നമ്മൾ കോപ്പിറൈറ്റ്സിൻ്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്നിട്ട് നമുക്ക് ഈ അലേർട്സ് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതുപോലെ ഫേസ്ബുക്ക് ലിസ്റ്റ് ഇടുന്നത്. ലിസ്റ്റ് ചെയ്തെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് റവന്യൂ ഷെയറിംഗ് ഉള്ളതാണെങ്കിൽ റവന്യൂ ഷെയറിംഗ് ആക്കുക, ഡിസ്പ്യൂട്ട് ഉള്ളതാണെങ്കിൽ ഡിസ്പ്യൂട്ട് ആക്കുക, അല്ലെങ്കിൽ 2 റവന്യൂ ഷെയറിങ്ങും ഡിസ്പ്യൂട്ടും നമുക്കില്ലെങ്കിൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ഓക്കെ.